അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു NK Gamers-ൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആ ട്രയൽ കണ്ട പോലെ ഏകദേശം ഒരു 80% ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിൻ്റെ മേലിലാണ്. ബാക്കിയുള്ളവർക്ക് പറയാനാണെങ്കിൽ ഇതൊരു പുതിയ ആഡ് ഓൺ ആയിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത്. ബാക്ക് റൂം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ ക്രിയേറ്റേഴ്സ് വരുന്ന XP Games ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ട്രയൽ കണ്ട് ഇഷ്ടപ്പെട്ടു, മേടിച്ചു, വേറൊന്നും നോക്കിയില്ല. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 100 days വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ബ്ലാക്ക് റൂമിൽ പോയിട്ട് എൻഡിൽ പോയിട്ട് എൻ്റർട്ട് അങ്ങനെ കൊല്ലുന്ന ടൈപ്പ് ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടക്കില്ലെന്ന് വരിയായിട്ട് കാണാം നമുക്ക്. നീ അവിടെ പോയി കോലു പോളാണേച്ച് നിന്നെ ആവശ്യമില്ല ഇവിടെ ആർക്ക്. നമുക്ക് ത്രില്ലിന് വേണ്ടിയിട്ട് പേര് കാണുന്നത് ഓഫാക്കിയാലോ? പോളാണേച്ച് എന്താടാ പേടിയാ? ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. മരം മുറിക്കാൻ നോക്ക്. അത് ഓഫാക്കണം, എന്നാൽ കുറച്ച് ത്രില്ല് കിട്ടും. ത്രില്ല് വേണ്ട, ത്രില്ലിൻ്റെ ബാക്കി മതി. പിന്നെ ഇതിൽ വൈബ്രൻറ്റ് വിഷ്വൽസ് എനാബിൾ ചെയ്യാൻ പറ്റുന്ന ഇതുവരെ എനാബിൾ ആക്കിയിട്ടില്ല, കാരണം ഭയങ്കര ഹീറ്റാവും കിടന്നിട്ട്. അപ്പോൾ എൻ്റെ പവർ ബാങ്കിൽ ചാർജിലാണ്, പവർ ബാങ്ക് ചാർജ് ആക്കിയിട്ട് വേണം അന്ന് ഇതാക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാ മൈൻക്രാഫ്റ്റ് തന്നെ ബെറ്റർ. വൈബ്രൻറ്റ് വിഷ്വൽസിൽ കാണാൻ നല്ല സുഖാടത്. ബാക്ക് റൂമിൽ നീ ഫുഡ് കളച്ച്, എന്നാ മരം കളച്ചിയ. പിന്നെ ഇതിൽ ചീറ്റിൻ്റെ ഓപ്ഷൻ ഞങ്ങൾ ഓൺ ആക്കിയിട്ടില്ല. അതാണ് ഇതിലെ വിറ്റ്. ചത്താൽ എല്ലാ സാധനവും പോയി. അല്ല മോനെ, നീയല്ലേ എപ്പോഴും ചാവുന്ന മനുഷ്യ? ഞാൻ ഓട്ടത്തിൽ ഒന്നാമനാണ്. അത് കറച്ചാ ഞാൻ കണ്ടിക്ക് മറ്റേ വാർഡൻ്റെ എപ്പിസോഡിൽ. അതിന് വല്ല അവാർഡ് ഞാൻ തരും. അവാർഡ് നിനക്ക് ChatGPT തന്നിക്ക്. നീ ഫുഡ് കളച്ചപ്പോഴത്തേക്ക് തല്ലുണ്ടാവും. ഈ കോഴി നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് കത്തി ഉണ്ടാക്കിത്തോ. കത്തി വേണ്ട, ആക്സ് മതി. ആക്സ് നമുക്ക് അടിക്കാൻ സുഖം. സാധാ ആക്സ് വേറെ എന്നാ പിടി. നീ പലതും ഉദ്ദേശിക്ക്.
ഇനി നമ്മൾ ഏകദേശം കുറേ വെറൈറ്റി മോഡ്സുമായിട്ട് വരുന്നത്, കാരണം നമ്മുടെ കോർക്രാഫ്റ്റിൽ ഏകദേശം തീർന്നിക്ക്. അത് ആകെ നമുക്കിനി കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ഡെസേർട്ടിലെയും ഇതിലെയൊക്കെ ഡഞ്ചൻസ് കണ്ടുപിടിച്ച് അതൊക്കെ നശിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ റിച്വലും ബാക്കിയെല്ലാം തീർന്നു കോർക്രാഫ്റ്റിൽ. അതാണ് നാം പിന്നെ വേറെ മോഡൊക്കെ ആയിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ. അടുത്ത കളിക്കാൻ പോകുന്ന മോഡ് ഏതാന്ന് പറഞ്ഞു കൊടുക്കടാ. അടുത്ത കോർക്രാഫ്റ്റാണ്. കോർക്രാഫ്റ്റിൽ എലക്ട്ര കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ പക്ഷെ എൻഡിൻ്റെ ഡയമെൻഷൻ്റെ മറ്റേ ഇത് കയറ്റിയാൽ നമുക്ക് എൻ ഡയമെൻഷൻ അപ്ഡേറ്റ് ചെയ്ത് ലെതർ കിട്ടും. ലെതർ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? വലിയ ഉപകാരമൊന്നുമില്ല. എൻ്റെ ആക്സ് പൊട്ടി വെച്ചു. നന്നായി. ഇവിടെ അടുത്തെല്ലാം വില്ലേജ് ഉണ്ടോ എന്ന് പോയി നോക്കിക്കേ. എനിക്ക് ജീവനില്ല. ഫുഡ് ഉണ്ടാക്കാനൊന്നും പറഞ്ഞവനോട് തന്നെ ജീവനില്ല എന്ന് പറഞ്ഞു സമ്മതിച്ചു. നമുക്കിപ്പോൾ എത്ര ഇതായി? കുറച്ച് കോബിൾ സ്റ്റോണും അതുപോലെ തന്നെ ഇതെന്താ മരവും. പകരം നിനക്ക് ഞാൻ ഈ പുല്ലിൻ്റെ അപൂപനുണ്ടോ? നീ തന്നെ വെച്ച് പകരം ഒരു ആപ്പിൾ തരാം. എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. ആപ്പിളും ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആവശ്യമില്ല. എന്നാ പിടി. ഞാൻ കഴിച്ചോളൂ. നീ എന്താ ചോദിച്ചേ? ആക്സ്. കത്തി. നമുക്ക് ഫാമും തുടങ്ങണ്ടേ? എന്തിന്റെ ഫാം? എന്തിന്റെ ഫാം? മീറ്റിന്റെ. Emotional, damn it! What you just do? Are you idiot fool? കൊല്ലാൻ പറ്റത്തില്ല, എല്ലാം കൊല്ലുന്നു. എന്നാ ഈ ബാക്കിലേക്ക് വെച്ചാൽ എന്തായാലും ഇതും കൊണ്ട് യാതൊരു ഉപകാരമില്ല. എടാ ഈ ലോക്കറും സംഭവം അതൊക്കെ എന്തുവാ? എടാ ഈ ലോക്ക്, ആ ലോക്ക് അതെന്തോ സാധനം ഉണ്ടോടാ അപ്ഗ്രേഡ് ചെയ്യുന്നേ. അത് വെച്ച് അപ്ഗ്രേഡ് ആക്കണം. ഞാൻ ഷിഫ്റ്റ് അറിയാണ്ട് നെക്കി പിടിച്ചു പോയതാടാ. എന്തായാലും കലക്കില്ല. ഞാൻ പോയി വില്ലേജ് രണ്ടു വഴി. എന്തോ ഞാൻ വല്ലാണ്ട് ഗ്ലിച്ച് ആവുന്നു. ഞാൻ വല്ലാണ്ട് ഗ്ലിച്ച് ആവുന്നു. എവിടെ നീ? ഞാൻ ഇവിടെ. അമ്മേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എവിടെ ഗ്ലിച്ചാണ്? നീ ഗ്ലിച്ചാണ് ഞാൻ കാണുന്നില്ലല്ലോ. ഇപ്പൊ വിളിച്ചു മാറി. പക്ഷെ കുറച്ച് നല്ല ഗ്ലിച്ച് ഉണ്ടായിരുന്നു നമുക്ക്. എടാ സോംബീസും സ്കെൽട്ടൻസും വരുന്നടാ. ഞാനിന്റെ അടി കൊണ്ട് ചേർത്തു. ഞാനിവിടെ ഇങ്ങനെ ചൂണ്ട ഉണ്ടായിരുന്നു. ഞാൻ ചത്തു കേട്ടോ. ഇത് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ അമ്മച്ചി, നീ എന്തുകൊണ്ടാ കാട കാണിക്കുന്നേ? അത് ഇത്രയും കാലം നീ ഇങ്ങനെ കളിച്ചിട്ട് നിനക്ക് ഇപ്പൊ ഇത് നടക്കുന്നില്ലല്ലേ? ടെലിപ്പോർട്ടിങ് സിമ്പിൾ അല്ല. പിന്നെയും ഗ്ലിച്ചാവുന്നു. നീ ഗ്ലിച്ചാവുന്നില്ല. ഞാൻ കുറച്ച് മീനെ പിടിച്ചിരുന്നിട്ട്. ഇവിടെ ഇഷ്ടമാതിരി മീനുണ്ടല്ലേ? ഇവിടെ ഇഷ്ടമാതിരി മീനുണ്ടല്ലേ? നീ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മീനെ പിടിച്ചാട്ടോ. നീ എന്തുണ്ടാക്കാൻ പോകുന്നു? ചൂണ്ട.
ചത്തുപോലെ ഇത്രയും നേരം വെള്ളത്തിൽ കിടന്ന എൻ്റെ അടുത്തേക്ക് ഒരു സ്പൈഡർ വരുന്നു. വാ. സംഭവിക്കുന്നുണ്ടോ എടാ ബ്ലോക്ക് കിട്ടി നമുക്ക്. ഏതാന്ന് ബ്ലോക്ക്? അതിന് ചവിട്ടിയ നാം നേരെ ബ്ലാക്ക് റൂമിൽ പോകുന്ന നിനക്ക് അറിഞ്ഞൂടെ? നമ്മൾ ബ്ലാക്ക് റൂമിൽ പോകാനുള്ളവന്മാരായിക്കില്ല. ഇങ്ങോട്ട് ബോട്ട് ഞാൻ അങ്ങോട്ട് വരും. കുറച്ചും കൂടെ നമ്മൾ ഫുഡും കാര്യങ്ങളും സെറ്റ് ആക്കണം. ഇരുന്നങ്ങ് തിന്നോ. അതങ്ങനെയല്ല വർക്കാവുന്നത്. ചട്ടിയും കഥയൊക്കെ എന്തിനാണ് എനിക്ക്? ഈ ബേബി ലിവറൊക്കെ കിട്ടുന്നതല്ലേ എനിക്ക്. പപ്പർ ഫിഷ് എന്തിനാണ് എനിക്ക്? തിന്നോക്ക്. ശരി, രാവിലെ എടാ നീ പോയി ഫുഡ് കളച്ചി. അറിയാണ്ട് പോലും അതിൽ കാല് വെക്കരുത് കേട്ടാ. കടലിന്റെ നടുക്കുള്ളത് പിന്നെ കുഴപ്പമില്ല. അറിയാണ്ട് പോലും കാല് അതിലെടുത്ത് വെച്ച് നേരെ ബ്ലാക്ക് റൂമിൽ പോവേ. ടെലിപോർട്ടിങ് ഓണാക്കുന്നതാണ് എന്റെ അടുത്ത്. ഞാൻ ചീറ്റ് ഓണാക്കില്ല ഇതില്. എന്താണ് ഇതുവരെയായിട്ട് എനിക്ക് ഒരു മീൻ പോലും കിട്ടാത്ത? മീൻ പിടിക്കാൻ അറിയണം. ഈ മീനുകളാണെങ്കിലും ചെയ്തിരിക്കുമ്പോ എന്റെ അടുത്ത് വരെ എപ്പോഴും ദേഷ്യോ. നീ എനക്കൊരു സോഡ് നോട്ട്. സോഡാണോ വേണ്ട? ഇതെങ്ങനെ എന്റെ കൂടെ വന്ന് ഇതിനെല്ലാം കേറ്റാൻ നോക്കിയേ. ഇതിനെല്ലായിരുന്നു കേറ്റാൻ നോക്കിയേ. ഞാൻ പോയിട്ട് മൃഗങ്ങളെല്ലാം കൊന്നിട്ട് ഫുഡ് കളക്ട് ചെയ്യട്ടെ. ഈ പപ്പർ ഫിഷിനെ വളർത്തിയാലോ? ഓടാൻ ലോകേഷ് ഭായ് ഇത്ര എത്തു. അങ്ങനെ ഒരു ലോകേഷ് ഭായിനെ കിട്ടി എനിക്ക്. എന്താ എന്താടാ? നിന്നെ കടിക്കണോ? നിനക്ക് കടിന്റെ ആവശ്യമുണ്ട്. നീ കൊറേ ലോകം എടുത്തോട്ടോ ഫുഡൊക്കെ കളച്ചിട്ട്. നമുക്ക് മരം ഇട്ട് കുക്ക് ചെയ്യാം. ഒരു വില്ലേജ് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായേനല്ലേ. നീയല്ലേ പോയത്, ഇപ്പൊ കിട്ടും. വില്ലേജ് കിട്ടിയ നമുക്ക് ഇതിലേക്ക് ബ്ലാക്ക് റൂമിലേക്ക് പോകാൻ വേറെ വഴിയും ഉണ്ട്. അതെങ്ങനെ? അതെങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പൊട്ടാറ്റോ ഇതാണെന്ന് തോന്നുന്നു. പോയിസണസ് പൊട്ടാറ്റോ തിന്നാ മതി കണ്ടിന്യൂസ് ഒരേ സമയത്ത്. ഞാൻ പെട്ടെന്ന് പേടിച്ച്. ഇറങ്ങാൻ ആ ഒരു ഗ്ലിച്ച് പോലത്തെ സാധനം അതിൻ്റെ അകത്ത് വരും എവിടെയെങ്കിലും. ഇതിപ്പോ എന്താ സംഭവിച്ചേ? എടാ എനിക്ക് മോബിനെ കൊന്നതേ ഓർമ്മയുള്ളൂ. ഞാനിപ്പോ ഇതിന്റെ അകത്താണല്ലേ. ഞാനിപ്പോ എങ്ങനെ അതിന്റെ അകത്ത് വരൂ?
ഞാൻ തിരിച്ചു വന്ന് അതെങ്ങനെ? അവിടെ തന്നെ ഒരു ഗ്ലിച്ചിങ്ങിന്റെ ഇത് എഫക്റ്റ് വന്ന്. സൂക്ഷിക്കണം. ഞാൻ പേടിച്ച് കേട്ടോ. തൊട്ടാലും കൊന്നാലും ഒക്കെ അതിൻ്റെ അകത്ത് പോവും. നോബിനെ കൊന്നാ പോവും. ചിലപ്പം ഫേസ്ലെസ് ആയിരിക്കുമെടാ. Oh shit. Here we go again. പിന്നെ അയ്യാ. Don't worry bro, I'm coming. ഇല്ല, തിരിച്ചു വരാനുള്ള സ്ഥലമുണ്ട്. ഇതെന്തോ ബഗ്ഗും കണ്ട. ഞാൻ കേവിന്റെ അകത്ത് എത്തിയല്ലോ. Mind ചെയ്തോ പോയിട്ട്. വേറെ പട്ടി. എന്റെ പട്ടി അല്ല, എന്റെ ഒരു പട്ടി. ഇവിടെ പട്ടി. ഇതെനക്ക് ഹാർട്ട് അറ്റാക്ക് തന്നെ കൊല്ലാൻ തോന്നല്ലോ. ഞാൻ അറിയാണ്ട് തൊട്ട് പോന്നേടാ. ഞാൻ അറിഞ്ഞോണ്ട് പോലും തൊടുന്നതല്ല. Emotional, damn it. ഈ ഷിഫ്റ്റ് നെക്കി കളിച്ചിട്ട് ഫുള്ള് സ്റ്റിക്കായി ഇപ്പം എൻ്റെ കയ്യിൽ. എടാ നീ കുറച്ച് കോബ്ര സ്റ്റോൺ ഇട്ടിട്ട് വരിക. എന്റെ പട്ടിയോടാണ് അടങ്ങിയിരുന്നോളാൻ പറ. എന്റെ പട്ടിയെല്ലാം തൊട്ടാടി. നിന്റെ പട്ടിക്കുട്ടിയാ എന്താ നിന്റെ പട്ടിയൊന്നും പിടിച്ചു നിർത്തിക്കേ. എന്താ നിന്റെ ഒന്നും നിർത്തും. ഇതിന് രണ്ട് ചേരത്തിലും തോന്നുന്നു കേട്ടോ. നിന്റെ പട്ടി പോലെ എന്റെ പട്ടിയെ കൊന്നുകാനെ നാനുണ്ടല്ലോ. ഞാനാ നിന്റെ പട്ടീനെയും കൊല്ലും. നിങ്ങൾ എന്റെ പട്ടി അടിക്കാൻ പറഞ്ഞു. അതല്ലേ ഇവിടെ ഇത്രയും വലിയ പ്രശ്നമായത്. ഞാനത് എന്ത് ജീവിയാ നോക്കാൻ. അത് സംഭവം എന്ത്? എന്തോടെ ഓ ഷിറ്റ്. നമുക്ക് പോയാലല്ലെങ്കിൽ എങ്ങോട്ട്? അതിൻ്റെ അകത്തേക്ക്. ആദ്യം വല്ല ഇതുണ്ടാകും. വേണ്ട, അതിൻ്റെ അകത്ത് പോടാ. വാ. പോവാൻ വരട്ടെ പട്ടിക്കുട്ടി. റീസ്പോൺ ഇവിടെ സെറ്റ് ആക്കിട്ട് പോയാലോ? റീസ്പോൺ ഇവിടെ സെറ്റ് ആക്കിട്ട് പോവാം. എന്താ പറയുന്നത്? പട്ടി അതിൻ്റെ അകത്ത് കയറൂലടാ. അല്ല, നമുക്ക് റീസ്പോൺ ഇവിടെ സെറ്റ് ആക്കിട്ട് പോവാം. ബെറ്റർ. ഞാൻ എൻ്റെ ബാക്ക് പാക്കിലേക്ക് സാധനമൊക്കെ മാറ്റാം. എൻ്റെ ബാക്ക് പാക്കിൽ സ്ഥലമുണ്ടോ? ബാക്ക് പാക്ക് ഫുള്ളായി. നിൻ്റെ ഫുഡില്ലേ ബ്രോ? അത്യാവശ്യമുണ്ട്. ഞാൻ കുറച്ചും കൂടെ കോബിൾ സ്റ്റോൺ കളക്ട് ആകട്ടെ. നിന്റെ ടോർച്ച് ഇല്ലേ? ആ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ച്. പൊട്ടിച്ചെന്ന് ഒന്ന് മതി. നമുക്ക് അതിൻ്റെ അകത്ത് പോവാം കേട്ടോ. പോവാനാ? പട്ടീനോടൊക്കെ താറ്റൊക്കെ വൈബായി പറഞ്ഞു. നമ്മളിനി കാണാൻ പോകുന്നില്ല അതിനൊന്നും. എന്താ പറഞ്ഞേ? കൊന്നേക്കട്ടെ. കൊല്ലണ്ട. എന്താ? അതിനെ പോയി കടിക്കാനാണോ പോകുന്നത്?
മറന്നെന്ന് തോന്നുന്നു രണ്ടുപേരും അടി. ഇത് ആടെ ഇത് മറന്നടാ. സോറി, എനിക്ക് എനിക്ക് തരാമൊന്നുമില്ല. എങ്ങോട്ടാ അവിടെ പോലെ 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 ഇല്ല, അതെവിടെയും പോവില്ല നിന്റെ ചുറ്റുന്നു. ഞാൻ എത്ര വീടുണ്ടായി കൊടുത്തിട്ട്. വീടൊന്നും വേണ്ട, വാ നമുക്ക് പോവാം. പോലെ ഇതിനെ ഇരുത്തടാ. വാ 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 വാ. ബെഡിൽ ഇരുത്തിയേക്കാം. അഥവാ നമ്മൾ ചത്ത് നമ്മൾ ഇവിടെ എത്തുമല്ലോ. അതാ പറഞ്ഞ. ഇല്ല, 1000 ജസ്റ്റ് ഒന്ന് പോവോന്ന് നോക്കിയാലോ. നിന്റെ പട്ടി അവിടെ ഇരിക്കട്ടെ, എന്റെ പട്ടി അവിടെ ഇരിക്കാം. കുഞ്ഞല്ലേ, അതുകൊണ്ട് ചിലപ്പോ അത് എത്തും. ഞാൻ ബ്ലോക്ക് കാണാനില്ലല്ലോ. അപ്പൊ ഗായ്സ് എന്താ പറയാ, നീ പറഞ്ഞോ. അൺസ്റ്റേബിൾഡ് ഇത് നമ്മുടെ അടുത്ത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെന്തായാലും ഇതിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു. എന്നാ നീ കയറിക്കാൻ പോയിട്ട് 3 ഒരുമിച്ച് കയറാം. ആ കയറ്. 3, 2, 1 ഗോ. എന്താ പോവാത്ത അതിന്റെ മുകളിൽ നിക്കണമെന്ന് തോന്നടാ. മുകളിലോ താഴെ എവിടെയെങ്കിലും ചാടിയാ മതി അവിടുന്ന്. ചാടേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഹൊറിസോണ്ടൽ സെൽ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഫുഡ് കഴിയില്ല. ഫുഡ് എന്നാ എന്റെ മീൻ നീ അതിന്റെ അടുത്തില്ലായിരുന്നേ? ഇല്ല, കുക്കിംഗ് ഇതിനകത്ത് വെച്ചായിരുന്നല്ലോ. നമുക്ക് ഇതാ ഓടിക്കളിക്കാം. ഇവിടെ എന്താണ് ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നതിന് ദൈവത്തിന് മാത്രമേ അറിഞ്ഞോളൂ. ഞാനിവിടെ ഉണ്ട്. ഇരുട്ടത്തേക്ക് പോകരുത് കേട്ടോ. ഇതോക്കടാ ക്രോപ്സ്. ഇതൊന്നും ക്യാമറ കിട്ടിയിക്കില്ല നമുക്ക്. ഈ ആരോ വഴി കാണിച്ചിരുന്ന വഴി പോകാൻ കുഴപ്പമുണ്ടോ? പ്രശ്ന നീ ഒന്ന് നിന്റെ മോന്തെടുക്കാൻ പറ്റുമോ നോട്ടെ. വെക്കാൻ പറ്റുമോ? നിന്റെ മോന്തൊന്നും എടുത്തിക്കില്ല. വാ വാ. എനിക്ക് തോന്നുന്നു അതിൽ കൂടെ ഇല്ലേ ഈ എന്തോ ഇവിടെ എന്തൊരു ജീവി ഇല്ലേ, അതിന്റെ ഫോട്ടോ എടുക്കണമെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ, എനിക്ക് വലിയ ഐഡിയ ഇല്ല. അതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് 2 വഴി പോയി നോക്കിയാലോ? വേണോ? അതായത് എന്തോടാ പേടിപ്പിക്കില്ലേ നീ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പേടിപ്പിക്കുന്നില്ല. ശബ്ദം കേട്ടിക്കില്ലേ നീ? എനിക്ക് ശബ്ദമൊക്കെ കേട്ടിക്കില്ല. നീ തിരടാ ഒച്ച കേൾക്കുന്നതിന്. നിന്റെ ഒച്ച കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. ഇരുണ്ട ഗുഹയിലേക്ക് പോയാലോ? എന്ത് എന്തോടാ മറ്റേ സാധനം വന്നാ വിളിച്ചിരിക്കാനുള്ള സാധനം തോന്നുന്നു. ഇവിടെ മൗസ് ഒന്നും സ്പോൺ ആവൂല. പേടിപ്പിക്കല്ലേ? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്തിനൊന്നും കണ്ടിക്കുന്നു. അതിന്റെ അകത്ത് ഒളിച്ചോ? എന്റെ അമ്മച്ചി എന്തോടത്? പോയാ? ഇല്ല, അതിന്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നില്ലേ? പേടിയാവുന്നില്ല. ഇറങ്ങി നോക്കുവന്നേ.
ഏയ് ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പോടാ. എന്താടാ എന്നെ പേടിപ്പിക്കുന്നെ? അതിനെ കണ്ടുകൊണ്ടാ ഞാൻ ഇതാക്കിയേ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ എന്തായാലും. അറിയാണ്ട് പോലും ഇറങ്ങരുത്. ഇറങ്ങിയാ ചാവും, ഇപ്പൊ ചാവും. എടാ, ഇതെന്നെ കണ്ടെന്ന് തോന്നൂടാ. അനങ്ങണ്ട, അത് പോയിക്കോളും. എടാ നായിന്റെ മോനെ, നിനക്ക് എന്തിന്റെ കേടാടാ? ഞാൻ ഇറങ്ങി അന്നേരം നീ എടാ ചാടരുത് കേട്ടോ. ഞാൻ ചാടവും പിടിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. ഇതെന്താ സാധനം? നീ ചത്ത. ഞാനോടുക. അമ്മേ, നീ ഒന്നും നോക്കണ്ട, ഓടിക്കോ കേട്ടോ. കാണുന്ന വഴി കൂടെ ഓടിക്കോ കേട്ടോ. എടാ, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു സാധനം വരും, അതിനൊന്നും നോക്കണ്ട, നീ ഓടിക്കണോ? നീ ചത്ത. നന്നായി, അടിപൊളി. പട്ടിക്കുട്ടി എന്തൊക്കെയാ സുഖമല്ലേ നിനക്ക്? പട്ടീനെ എടുത്ത് എത്തിയേ. നിന്റെ റിസോഴ്സ് എല്ലാം പോയാ? എന്താടാ ഇത്രയും ഒരു ക്രീപ്പർ. നന്നാക്കണ്ട ചത്ത്. നീ എവിടെ? അതിന്റെ അകത്ത് പോയാ? ഒന്നും ഇല്ലണ്ട അതിന്റെ അകത്ത്. എങ്ങനെയാടാ നീ പോകുന്നേ? കണ്ടുപിടിക്കേണ്ട ധൈര്യം. ഇത് ഭയങ്കര ടഫാണല്ലോ മോനെ. നിനക്കല്ലായിരുന്നു ഹൊറർ വേണ്ട? ഹൊറർ എടാ കൈപ്പൻവെട്ടർ ഓൺ ചെയ്ത പഞ്ഞ. ഓ അവരടത്. എടാ കണ്ണില്ലാത്ത ചെലന്തി. കണ്ണില്ലാത്ത ചെലന്തിയും മൂക്കനും എല്ലാം ഉണ്ടാവും. അടിച്ച് കൂട്ടടാ അതിനെ മൂലക്ക്. നീ ബെഡ് വാർ പ്ലെയറിന്റെ അടുത്താ കളിക്കുന്നത്, അത് ആലോചിച്ചോ? അയ്യോ എടാ, ഇതെന്തുവാടാ അതിന്റെ അകത്ത് ഒളിച്ചിട്ട് പിടിച്ചടിക്കുന്നേ? നീ എന്തിനാടാ ഇറങ്ങിയേ? അതാ ഡോർ ചവിട്ടി പൊളിക്കുന്നുണ്ടടാ. അതാ ഞാനും ചോദിച്ചേ. പിന്നെ എന്തിനാ അത് ഒളിക്കുന്നേ? എനിക്ക് തോന്നുന്നു വല്ല ബ്ലോക്കും വെച്ച് മറിഞ്ഞിരിക്കണോ. ബ്ലോക്ക് അതിന് പൊട്ടിക്കാൻ പറ്റൂലല്ലോ. നമ്മുടെ സാധനമൊക്കെ എന്നാലും എവിടെ ഉണ്ടായിരിക്കും? അതൊന്നും കൂടി ചത്തവളെ നോക്കിയാ മതി. പോടാ പോടാ പോടാ. എടാ സത്യം പറഞ്ഞ ഒന്നും കൂടി ചത്താ മതി, അവിടെ ഉണ്ടാവും. ഇങ്ങനെ ലൈറ്റ് ഒന്നും ബ്ലിങ്ക് ചെയ്തിട്ട് പേടിപ്പിക്കരുത്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാവാനായിക്കാണ്. ഞാൻ ചേച്ചി പേടിയൊന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷെ നല്ല പേടിയുണ്ട് കേട്ടോ. ഇല്ലടാ, ഞാനിവിടെ എന്ന് വെച്ചാൽ ഇതായിട്ട് ഇരിക്കുക. എൻ്റെ ക്യാമറ എല്ലാ സാധനവും പോയി. എനക്കൊരു സ്ട്രക്ചർ കിട്ടി. എനിക്ക് ഫുഡില്ലല്ലോ മോനെ. പിന്നെ എനക്ക് ഫുഡുണ്ടോ ചിലക്കാരും? ഇനി നമ്മൾ ചാവുകയാണെങ്കിൽ ഫുള്ള് പ്രിപ്പയർ ആയിട്ടേ നമ്മൾ വരുവുള്ളൂ. ഓ എനിക്കൊരു ഗോൾഡൻ ആപ്പും കിട്ടി, ലൈറ്റും കിട്ടി. എൻ്റെ മോനെ സ്കെൽട്ടൺ. നീ എവിടെ? അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്, സൈഡിലും ബാക്കിലൊക്കെ ആയിട്ട്.
നമ്മൾ വന്നെടുത്ത് തന്നെ എത്തിയോ? നമ്മളിത് വണ്ണെടുത്ത് തന്നെ എത്തിയോ? എടാ നമുക്കൊന്ന് ബ്ലാക്കിലേക്ക് കയറി നോക്കിയാലോ? വേണ്ട, അവിടെ ഒരു വലിയ ജീവി കണ്ടതാണ് കണ്ടിക്ക്. ഞാൻ ട്രയലിൽ കണ്ടതാ. പിന്നെ ബുക്കിൽ എഴുതി വെച്ചിക്കടാ, ബ്ലാക്ക് ആയിട്ടുള്ള സ്ഥലത്ത് കയറിയ ചത്തു പോകുന്നു. ലൈറ്റൊക്കെ ബ്ലങ്ക് ആവുന്നുണ്ട്. എടാ നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ. എനിക്ക് തോന്നുന്നില്ല നമ്മള് കേറി ഒളിക്കുമ്പോ ഇല്ല അത് കാണരുത് നമ്മൾ എവിടെയാ കേറി ഒളിക്കുന്നേന്ന്. എന്താടാ ഇവിടെ എന്തോ ഉണ്ട് കേട്ടാ. ഈ ശബ്ദം കേൾക്കുന്നില്ലേ? ഇല്ല, അത് മാസ്കാണ്. മാസ്കായിരുന്നു മനുഷ്യനെ പേടിപ്പിക്കില്ലേ. സോറി ആ ഫ്ലെയിം എടുക്കാൻ പറ്റുമോ നമുക്ക്? അല്ലെങ്കിലേ ഭക്ഷണം ഇല്ല. എടാ ഇതെന്ത് സംഭവം നിനക്ക് മനസ്സിലായി? എനിക്ക് തോന്നുന്നത് അവൻ വരൂല്ലേ അങ്ങനെ തലക്കിട്ട് പറഞ്ഞാൽ അമ്മേ അവൻ വന്നാ എന്ത് സംഭവിക്കുന്നേ? എടാ എന്തൊരു ഇമ്പോസിബിൾ ജീവി. ജീവൻ കുറയുന്നില്ല അതിന് നോക്കുമ്പോ. എടാ അതിന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റൂല. എന്റെ അമ്മച്ചേ ഞാൻ ഫ്ലെയിം എടുത്ത് തലക്കടിക്കും കേട്ടോ. അതാ ഇരുട്ട് ഭാഗത്തുള്ളതാടാ. ഓ ഇവിടെ മറ്റേ മിഷ്യൻ ഉണ്ട്. ഓടാ എന്ത് ഇറങ്ങി. ഓ സ്കെൽട്ടൻ. എടാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എടാ ഒന്ന് സഹായിക്കടാ. എടാ ഞാൻ ചാവാനായടാ. ഞാനും ചത്തു. ഫുഡും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥ. എനിക്കുണ്ട് എനിക്കുണ്ട്. എനിക്ക് എത്ര എണ്ണം ഉണ്ട്? ഒന്നുമില്ല. എനിക്ക് 2 എണ്ണം ഉണ്ട്. ആ സ്കെൽട്ടൻ നിന്റെ പുറക്കെ വന്നിട്ടോ. ഇതിനെ ചാവത്തുണ്ടോ ഇത്? നല്ല പാടാണ്. ചത്താ? ഇല്ല, ചത്ത അവസാനം. പോയിസൺ അവിടെ ഇരിപ്പുണ്ടാ. ഞാൻ ഈ ഫ്ലെയിം പറഞ്ഞ രക്ഷപ്പെട്ടു. ആശം ബുദ്ധി ഉപയോഗിച്ച് IQ 200. ഫ്ലെയിം എടുത്ത് തലക്കിട്ട് അല്ലടാ, ഇവിടെ എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് ഫുഡ് എടുത്ത് വായിക്കൂടെ? നമുക്ക് ഫുഡുണ്ട്. എന്നാലും നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചിട്ട് വന്നാൽ ഞാൻ ബുക്കകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടാ? എൻ്റെ കയ്യിൽ കോബിൾ സ്റ്റോൺ ഉണ്ട്. കോബിൾ സ്റ്റോൺ വെച്ച് എന്ത് ചെയ്യാനാ? എന്നാ നിനക്കൊരു സോഡ്, എനക്കൊരു വുഡൻ സോഡ്. എടാ നീ വുഡ് ആൻഡ് സോഡ് എന്തിനാ ഉണ്ടാക്കിയേ? തൽക്കാലം അതേ ഉള്ളു രക്ഷപ്പെടാന്. എൻ്റെ കോബിൾ സ്റ്റോൺ 20. പിന്നെ വെടി വെച്ച് ഞാൻ കൊല്ലും. കോൾസ്റ്റോണ്ടാടാ. ഇത് പകുതി ചിലപ്പോൾ ആവശ്യം വരും കേട്ടോ, വല്ല കവർ ചെയ്യാനും. താട ഒന്ന് എനിക്ക് പറഞ്ഞല്ലോ ഉണ്ടാക്കിയില്ല. ഫ്ലെയിം എടുത്ത് തലക്കറിയും കേട്ടോ. എന്താ ഈ ഫ്ലെയിമും കാരണം എന്താ? എറിഞ്ഞില്ല. ആ ക്രീപ്പർ വന്നെങ്കിലായിരുന്നെങ്കിൽ കൊന്നിട്ട് ഇതാവായിരുന്നു. എടാ ഓടിയിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നു. എത്ര ദൂരം ഓടും നമ്മള്? എന്തോടാ, എന്തോ എന്തൊരു ഫ്ലാഷ് പോലത്തെ ഒരു ഷാഡോ വന്നിട്ട് പോയി. അത് ഈ ലൈറ്റ് ഓൺ ആകാടാ. ഇതൊക്കെ എന്ത് പേടിക്കാൻ? പേടിക്കാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. കോർഡിനേറ്റ്സ് നോക്കി നോക്ക്. എടാ ബ്ലാക്കിലേക്ക് പോണ്ടേ?
നീ മുമ്പിലേക്ക് പോയേ. പോടാ നമ്മ ഉറങ്ങാനോ നീ നിൽക്കോ. ആ സാധനത്തിന് വെട്ടമുള്ളു. ഇതൊക്കെ എന്ത് പേടിക്കാൻ വാ. ചാവുവാണെങ്കിൽ അങ്ങ് ചാവാം. നിങ്ങളാ ചുറ്റിട്ടൊന്നും കാണിച്ചില്ല. ആ അതെ ഇപ്പൊ വരാം. ഇവിടെ നല്ല ലൂട്ടുണ്ടാവും ഈ ഭാഗത്തേക്കൊക്കെ. ഫ്ലെയിം എടുത്ത് എറിയാൻ പറ്റുന്ന അടുത്ത് എറിയട്ടെ. വേണ്ട, വെറുതെ പിന്നെ പോയി. നിക്കടാ. ആടാ ഇത് ഇങ്ങനെ പിടിക്കാം. ഒരു കൈ സോഡും പിടിച്ചോ. വരുന്നവന്മാരെ വെട്ടിക്കൊല്ല. എന്തൊക്കെയാണോ ഈ ശബ്ദം കേൾക്കുന്നത്? ഈ എനക്ക് പറഞ്ഞൂടാ. എന്റെ നെഞ്ച് കിടക്കാന്നുള്ള. നിക്ക് ഇതിന്റെ അകത്തേക്ക് വാ. ഇങ്ങോട്ടേക്ക് വാടാ. എടാ നിന്റെ പുറകെടാ. ഇങ്ങോട്ടോ ഇവിടെ വാ. ചാങ്കു. ഇതൊക്കെ പേടിക്കാൻ നിക്കേ. അത് ഡയമണ്ട് ഇട്ടാൽ മാത്രമേ ഇതാവുള്ളൂ. ഇങ്ങനത്തെ ഒരു ഇത് കിട്ടും. കറക്റ്റ് ഡയമണ്ട്. എവിടെ നിന്ന് അടിക്കുന്നത്? എന്തായാലും പോവാട്ടോ. പോവല്ലേ, കളിക്കില്ലേ. എനക്കത് ഒറ്റ ജീവനുള്ളതാ, സഹിച്ചിടാത്ത. നിന്റെ ഫുഡൊന്നും ഇല്ലല്ലോ. എനിക്ക് 2 ജീവനുണ്ട്. എന്താ മതിയാ? എനക്ക് ഒന്നര ജീവൻ. വാ പുറത്തേക്ക് പോവാ. പോകണോ? ഇതെന്തോ സംഭവം? സ്ക്രാപ്പ് എന്റെ കയ്യിലിരിക്കുന്നെന്തോ സമയം. എന്തോ ബുള്ളറ്റ് കണ്ടാ തോന്നുന്നു. അമ്മേ. അങ്ങനെ നമുക്ക് പിന്നെ കാണാം. അടുത്ത എന്നെയായിരിക്കടാ കൊല്ലാൻ വരുന്നത്. ഇവിടെ നിക്കണ്ടാവാ. എന്തിനാടാ നീ ഞാൻ ചത്തടാ. ഇതെന്താടാ? ശിവനെ രക്ഷിച്ചോളൂ. ഞാൻ ഓടുന്ന മോനെ. സോറി. നീ ചത്താ? എന്താ എന്നെ വന്നിട്ടില്ല. സന്തോഷമില്ലയോ? ഇല്ല, അതുകൊണ്ടാ ചോദിച്ച്. വൈറ്റ് പോർട്ടൊന്നും കാണാനില്ല. വൈറ്റ് പോർട്ടൊന്നും കാണാനില്ല. വൈറ്റ് പോർട്ടാ? ഇവിടെ വെള്ള സ്ഥലമൊന്നും കാണാനില്ല. കാണണ്ട. നീ അറിയാണ്ട് പോലും ഇതാ വരുന്നേ. രക്ഷപ്പെട്ട്. ഞാനെവിടെയല്ലേ? ബ്ലാക്കിലാടാ ഉള്ളേ. ചത്ത് കേട്ട. ഫുഡില്ല. ഇതൊന്നും രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലടാ. ചാവാൻ നിക്ക. കൊന്നോളൂ. അയ്യോ, ബാക്ക് എടുക്കണോ? അതെല്ലാം സർവൈവൽ നമുക്ക് ഇതാക്കാം. അല്ലെങ്കിൽ ക്രിയേറ്റീവ് നമുക്ക് തൽക്കാലം സാധിക്കും. അല്ലാണ്ട് ഇതുമേലും നടക്കൂല നമുക്ക്. അപ്പോൾ ഹലോ ഗൈസ്, ഇപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ട പോലെ തന്നെ ഞങ്ങളെ കൂടെ നടക്കുന്ന പരിപാടിയില്ലേ ഇത്. ഞങ്ങൾ പോതാ കേട്ടാ.
ഗൈസ് ഈ വീഡിയോ എത്ര നേരം പിടിച്ചു നിർത്താൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. നമുക്ക് കോർപ്പറേറ്റ് ഒക്കെ തന്നെയാണ് ബെറ്റർ. അമ്മേ എടാ ഇത് എന്ത് ടഫാടാ. അപ്പൊ ഹാർഡ് കോർ ആണെങ്കിൽ ഡീപ് കഴിഞ്ഞ്, ഹാർഡ് കോർ ആണെങ്കിൽ അപ്പൊ കഥ കഴിഞ്ഞ്. ഗൈസ് അതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആർമർ അറിയാലോ അല്ലേ? ഇതാണ് ഇതിലെ ആർമർ. നീ ഇതിലെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നടാ. പിന്നെന്താ ഇതാണ് മറ്റേ നേരത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? അതുപോലെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു നമുക്ക്. അമ്മേ ഇതിനെ കുറിച്ചുള്ള സ്പെക്കല്ല നോട്ടെ. ഞാനൊന്നും കണ്ടിട്ടില്ല വീഡിയോസ് ഒന്നും. ഞാൻ ആദ്യമായിട്ടാണ്. പട്ടിക്കുട്ടി അവിടെ ഇരുന്നത് ബാക്ക്ഗ്രൗണ്ട് ഫേസ് ഐറ്റംസ് അല്ലടാ, ഇതെന്താ പട്ടിക്കുട്ടിയല്ലേ? അതെ. ഇതെങ്ങനെയാ വലുതായത്? സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ബ്ലോക്ക്. ഞാനേ സെറ്റിങ്സ് ഇതാക്കട്ടെ. ഓവറോൾ ഗേറ്റ് വേ ജനറേഷൻ, സെലക്ട് ഡെഡ് ലെവൽ ഡിഫിക്കൽട്ടി. നമ്മളിപ്പോൾ ഇത്ര നേരം ഏതിലായിരിക്കും എന്ന് വിചാരിച്ച കളിച്ചത്? ഈസി. അപ്പൊ നമുക്കൊന്ന് ഹാർഡ് ഇട്ട് പോയി നോക്കിയാലോ? പാടാവില്ലേ? ജസ്റ്റ് പോയി നോക്കാം. തമാശയില്ല, ജസ്റ്റ് പോയി നോക്കടാ. ഫുൾ ആർമർ ഇട്ട് പോയാലോ? ഫുൾ ആർമർ ഇട്ട് പോയാലോ? എന്താ ആർമർ? ഗോൾഡൻ ആർമറാ? അല്ല, ഡയമണ്ട് ആർമർ. ഇത് പട്ടി തന്നെയാണോ ഇത് കരയുന്നത്? കറുത്ത വത്തീന് ഇവൻ എവിടെ നിന്ന് കിട്ടിയോ എന്തോ. നീ എന്നെ തെറി വിളിച്ചതിന് ഇഷ്ടപ്പെട്ടില്ല. ബെഡ് ഇവിടെ വെക്കാം, നമുക്ക് ഇവിടെ കിടന്നിട്ട് ജസ്റ്റ് ഒരു ഗായ്സ് ഒന്നും അറിയാമല്ലോ ഇല്ല കഷ്ടപ്പാടെന്തോ. ജസ്റ്റ് നമുക്കൊരു എന്താണത് വാത്ത ആരെ ക്രേസി. എന്തൊക്കെയാടാ ഇത്? എനിക്ക് അറിഞ്ഞൂടാ മോനെ, ഞാനില്ല. ഞാൻ ഡയമണ്ടിന്റെ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഡയമണ്ട് എടുത്താൽ അതേ നേരം എടുക്കല്ലേ. നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് ഇങ്ങനെ അങ്ങ് തീർക്കാം. അത് തന്നെ നമുക്ക് ബെറ്റർ. സോറി ബ്രദർ. എടാ ഇതിലെ ആർമർ എടുക്കാടാ. ഇതൊക്കെ ഇതിലെ ആർമർ എടുക്കാം. ഇതെങ്ങനെ പട്ടി വന്നേ? ഞാൻ എഴുന്നേച്ചിട്ട് നിർത്തി, എഴുന്നേറ്റ് നിർത്തിച്ച്. അപ്പൊ ഇവർക്കൊക്കെ അതിലുള്ള ആർമർ ഇടുന്നേ അതോ ഈ ആർമർ ഇടുന്നേ? നല്ല എന്നെ കണ്ട് പഠിക്കും. എന്നാ അത് തന്നെ ഇടാം. ഇതെന്താ ഡിഫറൻസ്? എന്താ 2, 3 ടഫ്നെസ്സിലാണ് വ്യത്യാസം. മോനെ പട്ടിക്കുട്ടി ടഫ്നെസ്സിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അതെന്ത് സംഭവം? വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അല്ലേ? ഇത് വീഡിയോ അല്ല, കോപ്പ്. നിന്നോട് പറയിപ്പിക്കരുത്. ഒരു ടോട്ടോ ഫണ്ടായും കയ്യിലെടുത്ത് വെച്ചാൽ യാതൊരു കുഴപ്പമില്ല. എന്നാലും ചാവെന്താ? അധികം നേരം ഒന്നും പിടിക്കൂല. നമുക്ക് പറ്റിയ പണിയല്ലട ഇത്. അങ്ങനെ കിട്ടാൻ മനസ്സിലാവുന്നു. നീയാടെ എന്താ ഇത് കണ്ട? ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് ഉണ്ടാവൂടാ. എനിക്കറിയാം. അല്ല വയസ്സ്, ഇങ്ങനത്തെ ഒരു ബ്ലോക്ക് വന്ന് ഇതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓവർ വേൾഡിൽ എത്തുക. അങ്ങനെയാണ് ഇതൊന്ന് എസ്കേപ്പ് അടിക്കുന്നത്. നീ എന്താ ഇവിടെ പട്ടീൻ്റെ സമ്മേളനം വല്ല നടത്തുന്നുണ്ടാ? അവനാ പട്ടിയെ വിട്ട് കടിപ്പിക്കും.
അത് നല്ലൊരു ഐഡിയ ആണല്ലോ. അത് നല്ലൊരു ഐഡിയ. നീ പട്ടി ഇടുന്നാലും ബോൾ എടുക്കട്ടെ. പട്ടിയെ വീട്ടിൽ പഠിപ്പിക്കണം നമുക്ക്. പട്ടിയും കൂടെ ഓടണം കട്ട പോയി ചത്തിട്ട്. പട്ടി നമ്മളെ പിന്നെ പിടിച്ചു കടിക്കും. കാണിച്ചു കൊടുക്കുക നമ്മളെ പട്ടി ഓർമ്മയില്ല നമ്മൾ ആരാണെന്ന്. എന്താണ് ഒരു പട്ടി ഇതാവാത്ത? ഇതുങ്ങളെ എല്ല് തിന്നുന്നില്ലാണ്ട് ഇതുങ്ങളെ ടീം പാവുന്നില്ല. എടാ പരസ്പരം അടിക്കരുത്. അടിച്ചു കഴിഞ്ഞപ്പോ ഇനി ഇവിടെ കൂട്ടത്തല്ലേ കൂട്ടത്തല്ലല്ല കൂട്ടവാറ്. ചോനെ തോട്ടങ്ങുമല്ലേ. ആടാ അങ്ങോട്ട് തല്ലുണ്ടാക്കാൻ പോവുക. അത് തന്നെ അടിച്ചോണ്ട് പല്ലെടുത്ത നിലത്തിടും. പട്ടി ഓവർ വേൾഡിലേക്ക് പോകരുത്. പിന്നെ നമ്മളെ തല്ലാൻ മാത്രം ധൈര്യമായോ? എന്താടാ അച്ഛ അതാണ് ചെറുതായിട്ട് പേടി. നിങ്ങൾ ആളെ കൂട്ടു വന്ന നിനക്ക് ഞങ്ങളെ പിന്നല്ല അറിയാവിടെ. ഞങ്ങളെ തൊട്ടുതരാ. എടാ വിആർഐ കമ്പനി എടാ ഇതെവിടെയാ? ഇതൊക്കെ തീർത്താല പ്രതികാരം. ടോട്ടോ ഫണ്ടൈൻ. നമ്മളെ തൊട്ട് നമ്മുടെ പട്ടികള്. എടാ നീ പേഴ്സണൽ മാറ്റിട്ട് ഡിഫിക്കൽട്ട് ഇട്. ഡിഫിക്കൽട്ട് ഇട്ടേക്കുന്ന ഞാൻ ഡിഫിക്കൽട്ട് ഇട്ടേക്കുന്ന സർവൈവലാവാ. ഗോൾഡൻ ആപ്പിൾ എടുക്കാം. ഇന്ന് ഒന്നിൽ അറിഞ്ഞിട്ടാണ് നമ്മളല്ലേ. അത് തന്നെ അടിക്കാണ്ട് പല്ലെടുക്കണോ. എന്തായാലും നമ്മളെ കൊണ്ട് സർവൈവൽ നടക്കുന്ന പരിപാടി ഇല്ല. നമ്മളതിനെ തീരുമാനിച്ച് എൻചാൻഡ് ആയിക്കോട്ടെ. ഈ വീഡിയോ എന്തായാലും ഓൾറെഡി തീർന്നു. അങ്ങനെ തോറ്റു. അത് തന്നെ നമ്മളൊക്കെ തോറ്റാ പിന്നെ നമുക്ക് ഒരു കാര്യമാണുള്ളൂ. അവനടിച്ച് മൂലക്കൊട്ടിച്ചിട്ട് എവറാ നീ അടിച്ച് കൂട്ടറായവനെ. യാതൊരു കുഴപ്പമില്ലല്ലോ. ഇവനെ അടിയേക്കൂലടാ. ഏക്കുന്നുണ്ട്. എടാ ഈ സാധനം വെച്ചടിക്കണേ. അവനടി ഏക്കുന്നില്ലേ? അവിടെ പട്ടിയോട് കൊണ്ട ഞാനും എന്റെ പട്ടികൾ ഇവിടെ കെട്ടന്നടിയാവന അതിനെ. എന്റെ കൊറേ പട്ടികൾ ചത്തട. ഇതെന്ത് വേഗത്തിലാണ് എത്തുന്നത്. ചോട്ടോ പണ്ടായി എടുത്ത് കയ്യിൽ വെച്ചില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ. വാടാ ഇങ്ങോട്ട് അടിച്ചിവിടെ പല്ലെടുക്ക്. എന്റെ പട്ടിയെല്ലാം ചത്തട. അത് താരം ഇവിടെ എന്റെ പട്ടികൾ പുറത്തേക്കുണ്ട് ആവശ്യം മാത്രം. നീ ഇവിടെ തന്നെ നിൽക്കില്ല. ഇങ്ങോട്ട് നോവാ. അങ്ങനെ അവിടെ തന്നെ ഒന്നുമില്ല. നിന്റെ ഒരു സാധനം ഇല്ലല്ലോടാ. നിന്റെ ഒരു സാധനം ഇല്ലല്ലോ. ഇത് മുകളിലേക്ക് കയറിയാ. ഫ്ലെയർ ഞാൻ കത്തിക്കാം.
കിട്ടിയില്ലേ? മുകളിലേക്ക് കയറിയോ? എടാ ഇങ്ങോട്ട് വാ. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പറയാൻ വാ, ഈ ശീതങ്ങളെ കൊണ്ടുപോകത്തല്ല. നമുക്കൊരു ഫോട്ടോ എടുക്കണം കേട്ടാ. കഴിച്ചിട്ട് പോലും ഇല്ല. വെറുതെ ഇരിക്കട്ടെ. ആ മാസ്കൂര് അപ്പം ഗായ്സ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരോടെ നിർത്തി ഓടിപ്പോകുന്നു. ബാക്ക് റൂം ആരും എടുക്കരുത്. ചത്ത് 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 മടുക്കൂ. എങ്ങനെ പറയരുത്? എൻ്റെ അമ്മച്ചിയെ, ഞാൻ ഇത്രയും ടഫാന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഹാർഡ് കോർ പോലും ടഫല്ല. എടാ വർക്കാവൂ. എടാ പൊട്ടിച്ചോ. അപ്പം നമുക്കിത് ചാവാം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. കാരണം വൈൻഡപ്പ് ആക്കേണ്ടതല്ലായിരുന്നു, നടക്കുന്നില്ല ഗൈസ്, അത്രയേ ഉള്ളൂ. നടക്കമുതിയത് നിർത്താ. യെസ്, നിർത്തി. ഫ്ലെയിം എടുത്ത് ഇങ്ങനെ കത്തിച്ചു ബുദ്ധിയില്ലാതെ കൈത് ഇവിടെ ഗോൾഡൻ കത്തിക്കാൻ റെഡി അല്ലേ? 3 ഫ്ലെയിം ഇല്ല. ഫ്ലെയിം ഇല്ല. ഓക്കെ 3 2 1. നീ എന്തിനാടാ വിതറിനെ അതിൻ്റെ ഇടയ്ക്ക് സ്പോണാക്കിയ? ചത്ത വിതറ് അങ്ങനെ വെതറങ്ങനെയാണ് ചാവുക. എനിക്കറിഞ്ഞൂടെ ഇപ്പൊ എന്താ ആക്ച്വലി സംഭവിച്ചേ? വെതറും ചത്തന്റെ സാധനം എവിടെ? ഞാനതാ നോക്കുന്ന വിതറ്. ഓ ബൈ പി സി എന്ന് പറഞ്ഞ ആകാശത്ത് പോയാ. ചത്തേൻ്റെ ഇത് കാണുന്നില്ല താന്. അതിനെ കൊല്ലല്ലോ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ വിത്ര, ധൈര്യം ഉണ്ടെങ്കിൽ. അതിന് നമുക്ക് മറ്റേ വേൾഡിലേക്ക് എത്തിയിട്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എപ്പിസോഡ് തീർക്കുവാണ്. സോറി, ഈ എപ്പിസോഡ് ഫുള്ള് പൊട്ടത്തരും ഫുള്ള് കളിയും കാര്യവും മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. കുറേ ഹാർട്ട് അറ്റാക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ബൈ പറയട്ടെ. ഞാൻ ചത്ത് ബൈ പറഞ്ഞു. പോയി.